Hey Cubs! Hey singles! Two Cubsന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഇന്നലെ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽ വിഷ്വൽസ് ഒക്കെ കാണിക്കാം കേട്ടോ. സരു എഴുന്നേക്കണ്ടേ? അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അല്ലേ? ആ, പക്ഷെ ഇതിൻ്റെ ഉള്ളില് വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളില് അത്യാവശ്യം നല്ലൊരു ഹീറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു. ഞാൻ ബാൽക്കണിയിൽ ഒന്നും നേരത്തെ അത് ഇന്നലെ ഞങ്ങൾ ആ ഒരു സൈഡായിട്ട് ഇന്നലെ നൈറ്റ് ഫ്ലാഷൊക്കെ ഇട്ട് നോക്കിയതാ. ഫ്ലാഷ് അടിച്ച് നോക്കും, ചുമ്മാ ഇത് കൂടെ ഇങ്ങനെ നോക്കി. ഇത് കൂടെ ബൈസനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഫ്ലാഷ് അടിച്ച് നോക്കിയപ്പോൾ അവിടെ 2 കണ്ണ്. അപ്പോൾ നോക്കുമ്പോൾ ഇത് മ്ലാവായിരുന്നു. എവിടെ? അതൊക്കെ അത് പറയാ. ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്. നല്ലൊരു ലൊക്കേഷനല്ലേ. നമുക്ക് ആ മല, പക്ഷെ കാട്ടിണ്ടാവും കേട്ടോ. ഇവിടെ ഇവര് പറഞ്ഞത് കാണുമ്പോ സെറ്റാണ്, പക്ഷെ ഇവിടെ കാട്ടിണ്ട്, കരടിയുണ്ട്, പിന്നെ മ്ലാവുണ്ട്, പുലിയുണ്ട്. ഇത് ശരിക്കും ഫുള്ളി ഫെൻസ്ഡ് ആട്ടോ. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ഉള്ളിൽ കയറില്ല. ഇതിൻ്റെ അപ്പുറം അവിടെ കാട്ടുപോത്തൊക്കെ വരും. ഇതിങ്ങനെ റോഡാട്ടോ ഈ പോകുന്നത്. നമ്മൾ ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. നമ്മളുടെ ചിക്കൻ കണ്ടില്ലേ നിൽക്കുന്നത്? അടിപൊളി ലൊക്കേഷൻ. യെസ്. മോർണിംഗ് കോഫി ഇല്ലാതെ എന്താകും? അപ്പോൾ ഞങ്ങളൊരു കോഫിയൊക്കെ പറഞ്ഞിട്ട് വരട്ടെ. ഇവിടെ കിച്ചണൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫുൾ ഉള്ളും ഒക്കെ കാണിക്കാട്ടോ. എല്ലാം കാണിക്കണം, കാരണം അത്ര അടിപൊളി പ്രോപ്പർട്ടി. ഇപ്പം തണുപ്പ് പോയി, വെയിൽ അത്യാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ വെയിൽ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുമ്പോൾ ഒരു വെയിൽ തട്ടുന്നുള്ളൂ. പക്ഷെ തണുപ്പുണ്ട്. ബ്രീത്ത് ചെയ്യുമ്പോൾ ഒക്കെ തണുപ്പ് തയ്യാറാവുള്ളൂ. ഇന്നലെ ഇവിടെ 14 or 16 ഡിഗ്രി ആയിരുന്നു കേട്ടോ. സോ ഇതാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം. ഇത് ആക്ച്വലി ടോട്ടൽ ഒരു എസ്തെറ്റിക് വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്, പിന്നെ നമുക്ക് ഈ ഒരു ബെഡ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഇവിടെ ടേബിൾ വരുന്നുണ്ട്, വാം ലൈറ്റ്. ബെഡ്റൂം ലാംപ്സ് അല്ലേ, വാം ലൈറ്റ്. ഇത് ഒരു പിന്നെ കണ്ടു ഫോട്ടോസൊക്കെ വെച്ച് ഒരു വേറെ മൂഡില്. പിന്നെ ഇത് ബാൽക്കണി നേരത്തെ കാണിച്ചില്ലായിരുന്നു. അതെ, ഇവിടുത്തെ ഹൈലൈറ്റ് സംഭവം കണ്ടില്ലേ വ്യൂ. കോഫിയും കുടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ വേറെ സംഭവമുണ്ട്. ഇതെന്താ അറിയോ? എക്സ്ട്രാ ബെഡാ. ഇവിടെ ആക്ച്വലി നമുക്ക് 2 പേർക്ക് കിടക്കാം. കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നീക്കിക്കഴിഞ്ഞ് ഇവിടെ കിടക്കാം. ഇത് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ കിടക്കാം. സെയിം സംഭവം ഇവിടെയുണ്ട്, കണ്ടോ? ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിടക്കാം. അപ്പോൾ അതെ, നമ്മളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സോ ഷാരുദേ ഇരുന്നു. എന്തൊക്കെയാടാ പറ? ഈ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയല്ലേ? ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ബംഗ്ലാവ്, ദ പ്രിസർവ് ബത്ലഹേം. ബ്യൂട്ടിഫുൾ ബംഗ്ലാവ് ആണ് കേട്ടോ. എവിടെ നോക്കിയാലും ഒരു എസ്തെറ്റിക് ഫീലാണ് അല്ലേ? ഇത് ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ മാറി ഉള്ളിലോട്ടായിട്ട്
ചിന്നക്കുനി എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് ഈ ബംഗ്ലാവ് ഇരിക്കുന്നത്. ഇരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടില്ലേ? ഭയങ്കര വാവ് ലുക്കാണ്. ഇത് നമ്മളുടെ ചെക്കനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചുറ്റും മല. മോർണിംഗ് ഒക്കെ എഴുന്നേക്കുമ്പോണ്ടല്ലോ വേറെ ലെവൽ വൈബാണ്. പിന്നെ ദേ നമ്മളുടെ റൂം ദേ ഇവിടെ വരുന്നത് അല്ലേ. ആ ബാൽക്കണിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ നോക്കിയാൽ കിട്ടുന്നത് ദേ ഈ വ്യൂ ആണ്. ഇന്നലെ സ്റ്റേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? അടിപൊളി, നല്ല കാം ആൻഡ് ക്വയറ്റ് ആണ്. പിന്നെ അടിപൊളിയായിട്ട് ഉറങ്ങി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ. നമുക്ക് ബെല്ലടിച്ച് നോക്കാം. ഇവനാണ് നമ്മളെ ഈ സ്റ്റേക്ക് കൊണ്ടുവന്നത്. അത് അരുണുള്ള സൊഫീഷ്യൽ, എല്ലാവർക്കും അറിയാം. വെൽക്കം ഹോം. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു ലിവിങ് ഏരിയ. ഇവിടെ കുറേ ബുക്സ് ഉണ്ട്. റീഡിങ് താല്പര്യമുള്ളവർക്ക് അതായ. പിന്നെ ഒരു TV തന്നിട്ടുണ്ട്. കുറേ ബുക്സ് ഉണ്ട്. ലവ് ഈസ് ദി തീഫ്. ലവ് ഈസ് ദി തീഫ്. നമുക്ക് പിന്നെ റീഡിങ് ഹാബിറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ സൈഡ് നോക്കിയിട്ടില്ല. റീഡിംഗ് ഹാബിറ്റ് ഇല്ലെങ്കിൽ ഈ പറയുന്ന സത്യമാണ്. ലവ് ഈസ് ദി തീഫ്. ബുക്കാണോ ടൈപ്പ്? നല്ല മാണോ? ഇവിടെ മൊത്തം ഒരു ആൻറ്റിക് ടൈപ്പ് സാധനങ്ങൾ കേട്ടോ. ഇതല്ല ഇങ്ങനത്തെ ഫോണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ വർക്ക് ചെയ്യുന്ന ഫോണാ. വർക്ക് ചെയ്യുന്നതാ? ഓ സോറി, അത് വർക്ക് ചെയ്യുന്നുണ്ടോ? ആ അങ്ങനെ തന്നെ. പിന്നെ ഇതേ ഈ ഒരു മാറ്റ്, 2 ഗണ്ണ് വെടിവെക്കാൻ. പിന്നെ ഇതേ കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ നൈറ്റ് കിടക്കുമ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അല്ലല്ല, അതൊക്കെ അത് കറക്റ്റാ, അടിപൊളിയായിരിക്കും. പിന്നെ ഇത് ഇരിക്കാനുള്ള സെറ്റ് ചെയ്യണ്ടല്ലേ. പിന്നെ ഇത് ഇവിടെ 2 മെയിൻ ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓ പിന്നെ മാർഷലിൻ്റെ സ്പീക്കർ അത് വെച്ചേക്കാൻ നല്ലത്. ഇതെന്താ? ഹിഡൻ ട്രഷേഴ്സ്. ഓ ഹിഡൻ ട്രഷേഴ്സ് ആരും കാണുന്നില്ല. ആ പ്ലേറ്റ്സ് ഒക്കെ കണ്ടോ വോളിൽ വെച്ച്. ഞാൻ ഇതാ പറഞ്ഞ എവിടെ നോക്കിയാലും ഒരു എസ്തെറ്റിക് ഫീൽ അവിടെ. പിന്നെ ഇതേ ഈ ഒരു ഫോൺ കണ്ടില്ലേ, ഇതും വർക്കിംഗ് ആണോ? ഇത് വർക്കിംഗ് ആണ്. ആ ഓക്കെ. ഹലോ കേട്ടോ. ഇവിടെ ഡൈനിങ് വേറെ 3 സാധനം കേട്ടോ. നമ്മളിവിടെ ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. ഇതാണ് ഡൈനിങ് വരുന്നത്. നല്ല മെയിനായിട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ ഹൈലൈറ്റ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അയ്യോ ഓണാക്കിയില്ല, ഓഫായി, കറണ്ടില്ല. ഇവിടെ ഡാർക്ക് വിറകൊള്ളി ഐറ്റല്ലേ. പിന്നെ ഇതേവിടെ കുറെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് മൊത്തം എന്താ പറയുക, റൂം ഒരു ഡെക്കറേറ്റീവ് അടിപൊളിയാട്ടോ. ഇങ്ങനത്തെ ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ട്. പിന്നെ വരുന്നത് കിച്ചൺ. ഇനി ഓപ്പൺ ഡൈനിങ്, അതും വേറെ ലെവൽ മോഡാ. എന്താ നൈസ് കണ്ടോ. ഇവിടെ ഇത് വരുന്നുണ്ട്. പിന്നെ ഇതേ നമുക്ക് ഒരു വാഷ് സ്പേസ്. സൂപ്പർ. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. നമുക്ക് പറ്റിച്ച് ഈവനിങ് ഇറങ്ങിയാലോ? വേണ്ട കേട്ടോ, ഇന്ന് മോർണിംഗ് ഒക്കെ അവരൊന്ന് ഫുൾ ക്ലീൻ ചെയ്തു. പിന്നെ ബാക്കിൽ നമുക്ക് അതേ ആ കാണുന്നത് ക്യാമ്പ് ഫയർ ആണ്. എടാ ഇന്ന് പറ്റിച്ചവരുടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പറ്റും നൈറ്റ്. അപ്പം നൈറ്റ് നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് പൊളിക്കാം. അതും പറ്റും. പിന്നെ ഇതേ ആ ഒരു നല്ല പോർഷൻ കേട്ടോ ഗ്രൗണ്ട്. ആ ഞാൻ ആ സൈഡ് ഫോഗ് വരുന്നുണ്ട്. കാണുന്ന വ്യൂ ആണത്. അവിടെ ഫോഗ് ഒക്കെ ഉണ്ട്. പിന്നെ പൂച്ചേനെ പോലെ എത്തി വെക്കുന്നുണ്ടോ? അരുണ്ട് ലീലാവിലാസം പേടിപ്പിച്ച് എന്തുപാടേ കിട്ടി നിനക്ക്. ഇതിനെ കണ്ട ആ കൊച്ചപ്പക്കാരി. ഇനി കഴിഞ്ഞില്ല. ഇനി ഇതൊക്കെ ചെയ്തിരിക്കണല്ലേ,
നൈസ് ഇത് ആട്ടോ. ബാർ കൗണ്ടർ സെറ്റപ്പ് ആണെങ്കിലും കട്ടൻ ചായ പിടിക്കാനുള്ളതാണ്. ഒരു സ്റ്റെയർ കണ്ടല്ലേ. ഇവിടെ 2 റൂം വരുന്നുണ്ട്. ഇതൊരു റൂം, ഇത് റൂം. ടോട്ടൽ എത്ര റൂമാണ്? 4 റൂമല്ലേ. സോ ഇതാണ് സ്റ്റെയർ വരുന്നത്. ഈ സ്റ്റെയർ അടിപൊളിയാട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഫുൾ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. കുറെ പെയിന്റിങ്ങിന്റെ ഫ്രെയിംസാ. ഓക്കെ. പിന്നെ നല്ല വ്യൂ. വിൻഡോ ഞങ്ങൾ രാവിലെ എണീറ്റ് കോഫി ഒക്കെ കുടിച്ച് ഇവിടെ നിന്ന് നല്ല സൺറൈസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കേട്ടോ സൗന്ദര്യ. അപ്പോൾ ഇങ്ങോട്ട് അതിൻ്റെ ആ ഒരു റേസ് വരുമ്പോൾ നല്ല ഭംഗി അവിടെ കാണാൻ. പിന്നെ ഇതേ ഈ ഒരു വ്യൂ, അതാണ് മലയാണ്. ഇവിടെയും കണ്ടോ 2 സൈഡും നന്നായിട്ട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കണ്ട എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് അരുൺ ബ്രോൻ്റെ റൂം, ഇത് ഞങ്ങളുടെ റൂം നമുക്ക് മോർണിംഗ് കാണിച്ചില്ലേ. പിന്നെ ഇവിടെ ഞങ്ങൾ ഇന്നലെ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡൈനിങ് ഏരിയ അതേപോലെ കിച്ചൻ്റെ ആ ഒരു ഓപ്പൺ കിച്ചൺ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെന്താ അങ്ങനെ മൊത്തത്തിൽ അടിപൊളി ബ്യൂട്ടിഫുൾ ബംഗ്ലോ. എന്തായാലും ഒരു 1 ടൈം ആയാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതും ഊട്ടിയിൽ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ ഇല്ലേ ഈ ഒരു ബംഗ്ലോ. മെയിനായിട്ട് സമാധാനമായി പീസ്ഫുൾ വൈബ്. അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ടാടാ? കുറേ ഫോട്ടോസൊക്കെ എടുത്ത് റീൽസ് എടുത്ത് ആണെങ്കിൽ എവിടെ നോക്കിയാലും ഫ്രെയിം ആവുകൊണ്ട് കുറേ സമയം അങ്ങനെ അതിനു വേണ്ടി പോയി. അപ്പോൾ ഇനി നമ്മൾ നേരെ ലൗഡയിൽ പോവാണ്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കിലുക്കത്തേക്ക് അത് കെട്ടിയ അങ്ങോട്ട് പോകുന്നുണ്ട്. കിലുക്കൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനാണെന്നാണ് അരുൺ ബ്രോ പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ എന്താ എവിടെയാണോ? അതറിയില്ല, അവിടെ തോന്നുന്നു. ശരിയാ. അപ്പോൾ സോ അങ്ങോട്ട് പോവാ, ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്, രാവിലെ കഴിച്ചതാ. വിശക്കുന്നില്ലേ? അപ്പം എന്നാ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് വേണം ലൗഡയിൽ പോവാം. സോ ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കട്ടെ, എന്നിട്ട് പോവാം. ഇതേ കണ്ടോ, ഇതാണ് സീൻ സ്റ്റേ ആണ് കേട്ടോ. എന്താ പറയാ, മതിയാവുന്നില്ല. 2 days ആവുകൊണ്ട് പൊളിക്കണം. നമ്മളുടെ ലോ ഫ്യൂല് കാണിക്കുന്നുണ്ട്. ഇന്നലെ കൊച്ചിയിൽ നിന്ന് അടിച്ചതാ. അപ്പോൾ ഇന്നലെ മസനഗുഡി ചുരം കയറുമ്പോൾ താഴേക്കായിരുന്നു. ലോ ഫ്യൂല് കാണിച്ചില്ല. ഇപ്പോൾ ലോ ഫ്യൂലിൻ്റെ വാണിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അത് മതി എന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല, കാരണം നമുക്ക് ഇവിടെ മൈലേജ് ഒട്ടും കിട്ടത്തില്ല. സോ നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും, എൻ്റെ മുന്നേ ഇവിടുന്ന് വണ്ടി വരുമ്പോൾ നല്ല രസമാണ്. പോകുന്ന വഴിക്ക് ഒരു പമ്പ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യണം. ഡീസൽ ഇതേപ്പുറത്ത് അല്ല അതെ നമ്മളൊക്കെ അറിയുന്ന ഇടയ്ക്ക് മാറാറുണ്ട്. എത്രടാ ഫുൾ ടാങ്ക് അല്ലേ? അതോ എന്താ എത്രയ്ക്കാണ് നീ പറ? എത്ര? 2000 ഡീസൽ. അപ്പോൾ നമ്മൾ 2000 ഡീസൽ ഫില്ല് ചെയ്തു. അപ്പോൾ ഇനി നോ ടെൻഷൻ, ഇനി നമ്മൾ നേരെ പോകണം. ആദ്യം ഉണ്ടായിരുന്നു എവിടെ പമ്പ് എന്ന് അറിഞ്ഞായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ സ്റ്റേ കഴിഞ്ഞ് തൊട്ടടുത്താ ഒരു 1 കിലോമീറ്റേഴ്സ് പോലും ആയിട്ടില്ലല്ലോ. രണ്ട് ഹാപ്പിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ട് പമ്പ് മുന്നിൽ. ഞായറേ അപ്പോൾ ചിന്നക്കൂനൂർ വന്ന അത് ടെൻഷൻ അടിക്കണ്ട, ആ ടൗണിൽ തന്നെ പമ്പുണ്ട്. അപ്പോൾ നമ്മളുടെ ഫുഡ് എത്തി. അരുൺ ബ്രോ പാസ്ത, ചിക്കൻ പാസ്ത, ഞങ്ങൾ ചിക്കൻ ന്യൂഡിൽസ്. നല്ല ടേസ്റ്റ് ഇല്ലേ? നീ കഴിച്ചിട്ടില്ല? എങ്ങനെയുണ്ട് പാസ്ത? എങ്ങനെ ഉണ്ടായിരുന്നു?
ആ നല്ല സ്പൈസിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചിക്കൻ നൂഡിൽസ് ടേസ്റ്റ് ചെയ്തു, അടിപൊളി. ഫുഡ് നല്ലായിരുന്നു കേട്ടോ. എത്രയും ഊട്ടി ടൗൺ ഇപ്പൊ കഴിഞ്ഞു. ഇനി ഒരു വൈ ജംഗ്ഷൻ വരുന്നുണ്ട്. അവിടുന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് മുള്ളി അല്ലെങ്കിൽ മഞ്ചൂര്, കിണ്ണക്കര ആ ഭാഗത്തേക്കൊക്കെ പോകണം. അട്ടപ്പാടി അത് പക്ഷെ അട്ടപ്പാടിക്ക് ഇപ്പോ വിടില്ല. അവിടുന്ന് റൈറ്റ് തന്നെ ചെറുതായിട്ട് റോഡ് പണി നടക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വലിയ പ്രശ്നമില്ല തോന്നുന്നു. നമ്മുടെ രണ്ട് സൈഡും എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡ് ഫുൾ തേയിലയാണ്. അത് കാണാൻ തന്നെ അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്. ഇത് മരം. പിന്നെ ഈ തേയിലയുടെ ഇടയിൽ കാട്ടുപോത്തൊക്കെ നിൽക്കുന്നതാണ്. ഇപ്പൊ ഞങ്ങളൊന്ന് കണ്ടു ലെഫ്റ്റ് സൈഡ് മേളിലായിട്ട്, പക്ഷെ അത് ക്യാമറയിൽ കിട്ടാൻ മാത്രം അടുത്തല്ല. സോ അപ്പോൾ നമ്മൾ ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ 5:40 വരും എന്ന് പറഞ്ഞേ. സോ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ സമയം എത്രയാടാ? 5:15. അപ്പോൾ ഇനി കുറച്ചും കൂടെ സമയം. ഓക്കെ, എന്ത് രസമായിരിക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ടോയ് ട്രെയിൻ പോകുന്നത് കാണാൻ. എവിടുന്ന് വരിക? അവിടുന്ന് ആയിരിക്കും, ഇവിടുന്ന് ആയിരിക്കുമോ? എവിടുന്ന് വന്നാലും ഭംഗിയാ. നമുക്കിത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരും. എങ്ക പാത്താലും വ്യൂ അല്ലേ ഇവിടെ. നല്ല രസമല്ലേ ഈ ഒരു ട്രീ ആണ്. ഒരു പൂച്ച നോക്കിയേ, എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം. നമുക്ക് ഇവിടെ നടക്കാം. എവിടെ പൂക്കൾ നോക്കടാ. നോക്ക്, നല്ല ഭംഗിയുള്ള പൂക്കൾ. അപ്പോൾ ഇതേ ട്രെയിനിൻ്റെ ഹോൺ കേൾക്കുന്നുണ്ട്. ഇപ്പം എത്ര ടൈം? 5:40 ആയി കാണും. ഞങ്ങൾ നേരത്തെ നോക്കുമ്പോൾ 5:30 ആയിരുന്നു. ഡ്രിസ്ലിംഗ് വന്നു. ഡ്രിസ്ലിംഗ് ചെറുതായിട്ട്. ഈ ഡ്രിസ്ലിംഗ് വരുമ്പോൾ തന്നെ മൊത്തം ഇതേ കാട്ടുപോത്ത്. ഇതേ ട്രെയിൻ വരുന്നുണ്ട്. ആ ലൈറ്റ് ട്രെയിനാണ്. കാട്ടുപോത്താണെങ്കിൽ ട്രാക്കിൽ നിൽപ്പുണ്ട്. അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ നോക്ക് ചെറിയൊരു സൗണ്ട് കേട്ടാ അപ്പാള് നോക്കും. മാറിക്കൊണ്ടു. സോ അപ്പോൾ നമ്മളുടെ ട്രെയിൻ എത്തി. വാവ്, ഒന്നും പറയല്ല, അടിപൊളി. 1 2 3 4 5 പോകെയുള്ളൂ. സോ നോക്കേ, അടിപൊളി. ആൾക്കാരൊക്കെ കുറെ പേര് ഇറങ്ങി. ഇതേ പോവാണ് കേട്ടോ. സോ പോവാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇത്ര നേരം കാത്തുന്നത് ഇതേ ഇതിനാ. നൈസ്. അരുൺ എവിടെ? ആന അവിടെ വന്നു അത്രേ. ഫസ്റ്റ് ടൈം. ഓ, എന്നപ്പോ അപ്പൊ ഹാപ്പി അല്ലേ? കാട്ടുപോത്തിനെ കിട്ടി, ട്രെയിന് കിട്ടി, ഇവിടെ കയറും ചെയ്ത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ക്യാമറ കയറ്റാൻ പറ്റില്ല കേട്ടോ. ക്യാമറ കയറ്റാം വിത്ത് പെർമിഷൻ, പക്ഷേ 3400 സംതിങ് ആണ് ക്യാമറ കയറ്റണമെങ്കിൽ. അപ്പോൾ അരുൺ ബ്രോ ക്യാമറ കയറ്റില്ല, പുറത്തുനിന്ന് എടുക്കുക ചെയ്തു. പക്ഷെ നമുക്ക് ഫോൺ കയറ്റാം, ഫോണ് കുഴപ്പമില്ല. സോ അങ്ങനെയാണ് നമ്മൾ ഉള്ളിൽ കയറിയത്. ഞങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഫോൺ കയറ്റാൻ പറ്റുമോ എന്നുള്ളത്. അതായത് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പറ്റുമെന്ന്. അപ്പോൾ ഫോൺ കയറ്റാം, പക്ഷേ ക്യാമറ അലൗഡ് ആണ്. ഈ ഒരു എമൗണ്ട് കൊടുത്തേ കയറാൻ പറ്റും. പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം, ഇല്ലാതെ കയറാൻ പറ്റില്ല, ഒരു തടുക്കും. സോ നമ്മൾ ലൗഡയിൽ നിന്ന് നേരെ കെട്ടി ടണലിലേക്ക് പോവാണ്. 2 കിലോമീറ്റർ കാണിക്കുന്നത്, 5 മിനിറ്റിൽ എത്തുന്നു. പശുവിന്റെ ഞാനും
നല്ല വഴി കേട്ടോ, നാരോ റോഡാണെങ്കിലും രണ്ട് സൈഡും പച്ചപ്പ്, താഴേക്ക് വലിയൊരു താഴ്വാരം. പക്ഷെ ഇതിൽ കൂടെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. നല്ല ഭംഗിയുണ്ട്, വില്ലേജാ കാണുന്നത്. ഞാൻ പേടിച്ചു. ഇവിടുന്നുള്ള വ്യൂ രക്ഷയില്ല. ആ കാണുന്ന കേട്ടോ ടണൽ. നമ്മളിപ്പോ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് നല്ലൊരു വ്യൂ കണ്ടപ്പോ നിർത്തിയതാ. ശരിക്കും അവിടുന്ന് ഒരു ട്രെയിൻ വരുന്ന വ്യൂ ആണെങ്കിലല്ലോ എന്റെ പൊന്നെ വേറെ ലെവലായിരിക്കും. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇവിടെ എത്ര മണിക്കാ എത്തുക നോക്കിയിട്ട്. ഒക്കെ നല്ല ഭംഗിയുണ്ട്. ചെറിയ 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 വീടുകൾ ഇങ്ങനെ അടുക്കിയിട്ട പോലെ. കൊട പോകുന്നുണ്ടാ? കൊട നല്ല ചെറിയ വഴിയാണ് കേട്ടോ. ശ്രദ്ധിച്ചു വന്നില്ലെങ്കിൽ ഭയങ്കര സീനാ. ബൈക്കിലല്ലേ. സോ അപ്പൊ നമ്മളിതേ ആ കാണുന്നതാണ് ആ ഒരു ടണൽ. ഇവിടെ റെയിൽവേ പോണു. എനിക്ക് തോന്നുന്നു നമ്മളിതാ ഇത് കൂടെ ഒരു വഴിയുണ്ട്. ഇത് കൂടെ കയറിയിട്ട് അങ്ങനെ നടന്നു പോവാം. ട്രാക്ക് കൂടെ. ട്രാക്ക് നൈസായിരിക്കും, നല്ല വ്യൂ ആയിരിക്കും. ആ വലിയ വലിയ മരങ്ങളുടെ ഇങ്ങനെ പോകാൻ നല്ല രസമായിരിക്കും. അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. നല്ല തണുപ്പത്തിന്റെ ഐസ് എടുത്ത് ഉണ്ടോ? ഇവിടൊക്കെ പോകുമ്പോ എപ്പോ വേണമെങ്കിലും കാട്ടി ചാടിട്ടോ. വേറെ വന്നാ തീർന്നു. എപ്പോ വേണമെങ്കിലും പൈസ ചാടുന്നു. ഇവിടെ നല്ല തണുപ്പ് വരുന്നുണ്ട് അല്ലേ? ഇവിടാണെങ്കിൽ ഐസായി. ഈ വഴിയാണ് നമ്മൾ കയറാൻ പോണേ. നല്ലൊരു കയറ്റോ. അവർ സ്ട്രെച്ചിൽ വേഗം അയ്യോ ഈ തണുപ്പത്ത്. എങ്ങനെയുണ്ട്? ഊട്ടി വന്നു കഴിഞ്ഞാ ആ ബോട്ട് ഹൗസും ആ ക്രൗഡും മാത്രമൊന്നുമല്ല. ഓൾറെഡി അതൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ലൊക്കേഷൻസിലേക്ക് പോരെ. അതൊക്കെ കാണണ്ടെന്നല്ല, അതൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ്. അത് കണ്ട് പിന്നെ വരുവാണെങ്കിൽ യെസ്, അത് നല്ലൊരു പോയിന്റ്. ഒരു 3 days വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല സെക്കൻഡ് ടൈം ഒക്കെ വരികയാണെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ ഓരോ ഗ്രാമങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നിന്ന ചിന്നക്കൂനൂർ എന്ന് പറഞ്ഞ ലൊക്കേഷൻ, പിന്നെ ഇതുപോലത്തെ ഓരോ സാധനം. നോക്ക്, ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് കിട്ടിയ സൂപ്പറാവും. പിന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. വരുമ്പോൾ വല്ല കാറ്റ് വന്നു കഴിഞ്ഞാൽ തീർന്ന്. നല്ല തണുപ്പ് വരുന്നുണ്ട്. തണുത്ത കാറ്റ് നന്നായിട്ടുണ്ട്. കിട്ടിയിട്ടോണ്ട് അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ എന്നാലും കൈയൊക്കെ നല്ല തണുപ്പുണ്ട്. തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് കൂടുക. അപ്പോൾ നമ്മൾ ഫൈനലി ഈ ഒരു ടണലിൻ്റെ മുന്നിലെത്തിയിരിക്കുക കേട്ടോ. നമ്മൾ ഇത്രേ പോകുന്നുള്ളൂ, അതിൻ്റെ അകത്തോട്ടൊന്നും പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കരടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ റിസ്ക്കാണ്. നമ്മൾ റിസ്ക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സോ സെയിം ഇവിടെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എപ്പോൾ വേണമെങ്കിലും ബൈസിന് കയറി വരാം, അത് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നേ. വേറെ ആരുമില്ല, ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളൂ. അതെ, ഈ ഒരു മഞ്ഞപ്പൂ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ അടുത്തോട്ട് പോകണം, ഉള്ളിൽ കൂടെ പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ശരിയാ, പകലാണെങ്കിൽ കുറച്ചും കൂടെ സേഫ്. അപ്പോൾ ഇത് ഈ ഒരു ഓപ്പോസിറ്റ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ തന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങ് മൂടിക്കഴിഞ്ഞുള്ള അവസ്ഥ ഭീകര. ചുണ്ടൊക്കെ നന്നായിട്ട് മുളിയുന്നുണ്ട്. ഗേൾ ഫ്രണ്ട്സ് ഉള്ളവർക്ക് ലിപ് ബാമും ലിപ്സ്റ്റിക്കൊക്കെ കിട്ടും കേസ്. അല്ലാത്തവർ മറ്റേ വെളിച്ചെണ്ണ പാരച്ചൂട്ടുണ്ട്, അത് മെഞ്ചി തേച്ചാൽ മതി. എല്ലാം അങ്ങ് തിരിച്ചാലോ. ആ ഒരു ഇരുട്ടും ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ പിന്നെ അറിയില്ല അവിടെ എത്രത്തോളം സേഫാണ്, എന്തൊരു ഇഷ്യൂസ് ഉണ്ടോന്ന്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിട്ടോ, വണ്ടിയുടെ അടുത്തെത്തി. സമയം 7 മണി. അപ്പോൾ എന്തെങ്കിലും ആനിവേഴ്സറി സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ കാണിക്കാം. ഇന്നത്തെ നമ്മളുടെ ഡിന്നർ സ്പെഷ്യൽ എന്തൊക്കെയാ? ഇന്ന് ശരിക്കും ഞങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി മതി പറഞ്ഞിട്ടോ. അതിൽ ഇനി അറ്റാക്ക്. ഇപ്പോൾ ഇതിന്റെ പുറകിലുള്ളൊരു ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ്. ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതെന്നാ അപ്പൊ അടിച്ചു പൊളിക്കാം. അടിപൊളി ക്യാമ്പ് ഫയർ. സോ അതിന് ചൂടൊക്കെ തട്ടി നല്ല കോസി ആയിട്ട് ഈ തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കണം. ഇതെവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും പേർക്ക് തന്നെ ഇരിക്കാം. സോ വേറൊരു ഫാമിലിയും കൂടെ ഇവിടെ ഉണ്ട്.
ഫാമിലി അല്ല ഫ്രണ്ട്സ് എന്താ തോന്നുന്നവർ. അപ്പം നമുക്ക് എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാം. സെറ്റല്ലേ? വരുമോ? സ്പീക്കർ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടെ കോട വന്നിട്ടുണ്ട്. ഹെവി കോടയല്ല, പക്ഷെ എന്നാലും നീ കണ്ട ഞങ്ങൾ അയ്യോ ഇവിടുന്നില്ല, ഇവിടെ എങ്ങനെയുണ്ട്. സോ ആക്ച്വലി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല ക്യാമ്പ് ഫയറിൻ്റെ ഇരിക്കുക. അപ്പോൾ ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവരൊക്കെ ഫുൾ ചില്ല. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അല്ല അവിടെ ലൈറ്റ് വന്നപ്പോൾ നല്ല ഭംഗി. സോ ഫുൾ ചില്ലാണ് കേട്ടോ, അടിപൊളി. അപ്പം ഇനി എന്താ ഞങ്ങളിങ്ങനെ ചിലപ്പോൾ പോവുള്ളൂ. പക്ഷെ ഇപ്പം പോവാണെങ്കിൽ എന്തെങ്കിലും കണ്ടുവച്ച് അതിൻ്റെ വിഷ്വൽസ് കാണിക്കാം. സോ ഞങ്ങളിങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ ഫീൽ ചെയ്ത് നല്ല വാമായി ഇപ്പോൾ. ഇപ്പൊ മൊത്തം അങ്ങ് വാമായി. നിന്റെ കൈത്തെ തണുപ്പൊക്കെ പോയി. ഇങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ ആസ്വദിച്ച് എങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നാളെ നമ്മള് പോകുന്ന റൂട്ട് കൺഫേം ചെയ്തിട്ട് പറയാം. 2-3 പ്ലാൻസ് ഉണ്ട്. സോ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. മാക്സിമം ഫോറസ്റ്റ് റൂട്ട് പിടിക്കണം എന്നുണ്ട്. അതാണ് ഞങ്ങളുടെ 3 പേരുടെ ആഗ്രഹം. സോ പിന്നെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള കുഴപ്പമില്ല. Day 3 ലാസ്റ്റ് ഡേ ആണെങ്കിലും ഞങ്ങൾ പൊളിക്കും. ഞങ്ങൾ പൊളിക്കും. സോ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളിപ്പോൾ അതൊക്കെ ഫീൽ ചെയ്തു. നല്ലൊരു നൈറ്റ്, നല്ലൊരു ക്യാമ്പ് ഫയർ, എല്ലാം പൊളി 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 മൂഡ് തന്നെ കേട്ടോ. ഈ വർക്കിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് ഇതേപോലെ എസ്കേപ്പ് ആയി വന്ന് ഈ ഒരു പീസ്ഫുൾ വൈബിൽ ഇങ്ങനെ ഇരിക്കുക, അത് വേറൊരു വൈബ്. സോ എല്ലാവരും ഇറങ്ങ്, ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു. ഇപ്പോൾ അവർ വന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞ 3 ആൾക്കാരാ, 3 ഗേൾസാ. അവര് ഫ്രണ്ട്സ് തോന്നുന്നുണ്ട്. എല്ലാവരും മാരീഡ് ആണ്, പക്ഷെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവര് 3 പേരും കൂടെ വന്നിരിക്കുക. അവരുടെ സ്റ്റോറിയൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട്. പക്ഷെ എല്ലാവരും ഇറങ്ങ്, ഇതേപോലെ പറയുന്നത് അവർക്കും ട്രാവലിംഗ് ആ പാഷൻ, അവർക്ക് ഫാമിലി അവരൊക്കെ അങ്ങനെ, അവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഇറങ്ങ്, എന്നിട്ട് അടിച്ച് പൊളിക്ക്. നാളത്തെ വീഡിയോ എങ്ങോട്ടാ പോണേ, ഏത് കൂടെയാന്നുള്ളതൊക്കെ നാളെ പറയാം. സോ നാളെ ലാസ്റ്റ് ഡേ ആണെങ്കിലും ഞങ്ങൾ പൊളിക്കും. അപ്പോൾ എന്നാ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ടാറ്റാ.